പറയുന്ന ഒരു തമിഴ്കുട്ടിയുണ്ട്. അദ്ദേഹമാണ് ആ ജനാസ വാങ്ങി വെച്ച് അതിനെ പൊതിഞ്ഞ് ആൾക്കാരെ നിസ്കരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മാതാവ് ഒരു 10-15 വയസ്സായ കുട്ടിയുടെ ജനാസ കൊടുത്തു. പതിവ് പോലെ അദ്ദേഹം അത് വാങ്ങി ജനാസ കുളിപ്പിച്ചു, പൊതിഞ്ഞു. അവിടുത്തെ കാലം പറഞ്ഞാൽ അരേബ്യയിലെന്ന് പറഞ്ഞാൽ ആദ്യം പിടി ഇങ്ങനെ പിടിച്ചു, ലാകത്തോക്ക് പുസ്തകം പോലെ വെട്ടി അരകെ പിടിച്ച് മയ്യത്തിനാണ് നീക്കിക്കൊടുക്കും. അപ്പൊ അത് പിടിക്കാൻ അങ്ങനെയാണ് ലഹത്ത് പിടിക്കുന്നത്, അതങ്ങനെയാണ്. അപ്പൊ അതുപോലെ ഇദ്ദേഹം പൊതിഞ്ഞു, സ്കരിച്ചു, ഈ കുട്ടിയെ അടയ്ക്കും. ഒരു 10-40 ദിവസം ഇരുന്നതിന് മുമ്പ് തന്നെ അതേ ഉമ്മ ഏതൊരാളിനെ അനുഭവപ്രായം 23 വയസ്സ് അതും ഇദ്ദേഹം തന്നെ പരിപാലിച്ചു അടക്കി. അടക്കിയ പോയി അതാണ് തിരകി നിങ്ങൾ കൊണ്ടുവന്ന ജനാസ ആരുടേതാണ്? ഈ 2 ജനാസകളും ആരുടെ ജനാസയാണ്? അത്ഭുതമാണ്. കണ്ടിട്ടില്ല. അങ്ങനെ ചോദിച്ചു. അവരുടെ ആളുകൾ എന്തായിരുന്നു നോക്കുമ്പോൾ നമ്മളെ ചോദിച്ചു, എന്താണ് നിങ്ങൾ അത്ഭുതം? ഞാൻ എത്രയോ വർഷങ്ങൾ അവരുടെ എത്രയോ ജനാസകൾ ഞാൻ അടക്കി, പക്ഷേ ഈ ജനാസ ആദ്യമായി കുട്ടിയുടെ ജനാസ ആ കബറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ പിന്നെ കാണുന്നത് ആ കബറിന്റെ ഉള്ളല്ല, ഒരു മഹാലോകമാണ് കാണുന്നത്, ഒരു സ്വർഗീയ ലോകം. അവിടെ നിന്ന് ഒരു കുതിരയും ഒരു വെള്ളവസ്ത്രധാരിയായ സുമുഖനായ ഒരാൾ വരികയും ഈ ജനാസയെ ആ മണ്ണിൽ വെക്കാതെ അവരെ ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്നതാണ് കണ്ടത്. രണ്ടാമത്തെ നിങ്ങൾ കൊണ്ടുവന്ന ജനാസയും അങ്ങനെ തന്നെയാണ്. അതാണ് ബർസഖിയായ ലോകം എന്ന് പറയുന്നത്. ആ ലോകം ബർസഖിയായ ലോകം. അവർ ചോദിച്ചു, അവരുടെ അഭിനന്ദനവരാണ് ഒരിക്കലും വലിയ പ്രതിഫലം കിട്ടാൻ. അവർ പറയുന്ന ആദ്യത്തെ കുട്ടി മുക്കാര്യമായിരുന്നു, ഖുർആൻ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ അസുഖം മരിച്ചു. ശ്രേഷ്ഠത. രണ്ടാമത്തെ ആളോ അത് ഈ മകനെ പഠിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ച് പൈസ കൊടുക്കുന്ന ആളായിരുന്നു. ഈ ഇൽമിന്റെ അത്രയും വലിയ ശ്രദ്ധയാണ്. അവരിൽ വെക്കാൻ പോലും കിട്ടിയില്ല. അൽഹംദുലില്ലാ നമ്മുടെ പൊന്നുമ്പോൾ ഹൈഫാമോൾ എരിമ പഠിക്കാൻ വേണ്ടി ആ വന്ന സമയത്താണ് ഒരാശയമില്ലായി ബന്ധപ്പെട്ടത്. അള്ളാഹുവേ, ആ കുട്ടിയുടെ കബർ സ്വർഗീയ അനാമമാക്കണേമ്മ. അവർക്ക് സ്വർഗത്തിലെ മക്കളാണ്. അനാഥമാർ തൂക്കിക്കൊണ്ടു പോകും. അങ്ങനെ ഇൽമ പഠിക്കാൻ വേണ്ടി പോയി 60 വയസ്സായ മനുഷ്യൻ. അങ്ങനെ ചോദിച്ചപ്പോഴാണ് സംഭവം പറഞ്ഞത്, എനിക്കിനി മരിക്കുന്നവരെ പഠിക്കണം. പഠിച്ച് മിസ്രിലെ ഫത്വ കൊടുക്കുന്ന ഇസ്ലാമിന്റെ വിധികൾ പറഞ്ഞു കൊടുക്കുന്ന ആളായി മാറി. അബ്ദുൽ റസാഖ് ഹഫാറിന്റെ കുഴിവെട്ടി അവർ വെട്ടി എന്നും ആ കുടുംബത്തിൽ ആരംഭിക്കുന്നുണ്ട്. അബ്ദുൽ റസാഖ് ഹഫാർ, അവരെ ഹഫാർ ഓമനിങ്ങളെ. അതുകൊണ്ട് മക്കളെ നമ്മൾ അയക്കണം. അവർ മാലാഖമാരുടെ ചിലവിന്റെ കീഴിലാണ്. അവരെ ഖുർആൻ പഠിച്ച് നിങ്ങളുടെ വീട്ടിൽ കയറി വരുമ്പോൾ അള്ളാഹു റഹ്മത്ത് ചൊരിയും. അള്ളാഹു സുബ്ഹാനഹു